സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 1900 ഇതേ ഉള്ളൂ. ആയതിനാൽ ഈ വില്ലിൽ പറയപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ആർക്കും അവകാശമില്ലാത്തതാവുന്നു. എന്റെ സ്വത്തിന്റെ 50% മുൻ പറഞ്ഞ അനാഥാലയങ്ങൾക്കും 20% എന്റെ കൂടെ ജോലി ചെയ്തവർക്കും 20% മെർലിന്റെ കൂടെ ജോലി ചെയ്തവർക്കും ബാക്കിയുള്ള 10% എന്റെ മരണാനന്തര ആഘോഷങ്ങൾക്കുമുള്ളതാണ്. തോമസ് ജേക്കബ്, ഈ നിൽക്കുന്ന മെർലിൻ ഫെർണാണ്ടസിനെ വിവാഹം ചെയ്യുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. മെർലിൻ ഫെർണാണ്ടസ്, ഈ നിൽക്കുന്ന തോമസ് ജേക്കബിനെ വിവാഹം ചെയ്യുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റൂം നമ്പർ 112 എവിടെയാണ്? ആ സൈഡിൽ ആദ്യത്തെ മുറി. വേണ്ട, അടയ്ക്കാൻ എടാ, ഇനി നീ ചത്തില്ലേ? ഞാൻ നിന്നെ കൊല്ലും. ഞാൻ കൊല്ലും. ഇത്രയും കാലം ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ഞാൻ നിന്നെ കൊല്ലും. ഞാൻ നിന്നെ കൊന്നിട്ടേ ഞാൻ ചാകൂ. ഞാൻ കൊല്ലും. മോൻ എന്റെ മോനല്ല. എന്താ? എനിക്ക് മെർലിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വരൂ. മെർലിൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കേ. വളരെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷയുമായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അത് മെർലിൻ എനിക്ക് സാധിച്ചു തരണം. തന്നേ പറ്റൂ. എന്താ? ഇന്ന് നടക്കാനിരിക്കുന്ന ഈ വിവാഹം കുറഞ്ഞപക്ഷം 2 ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കണം. എന്തിന്? രമേഷിനെ കുറിച്ച് അയാൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അതെല്ലാം മെർലിൻ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, തുടർന്ന് എന്ത് തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.
ഇവിടെ പലരുടെയും ജീവിതകാലം തന്നെ നിർണയിക്കപ്പെടുക. ഇത്രയും കാലം രമേശ് മെർലിനെ പിന്തുടർന്നതും നിരന്തരം ശല്യപ്പെടുത്തിയതും നിങ്ങളുടെ പണം കണ്ടിട്ടോ പ്രശസ്തി കണ്ടിട്ടോ ശരീര സൗന്ദര്യം കണ്ടിട്ടോ അല്ല. അവനെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചത് നിങ്ങളുടെ സംഗീതമാണ്. ആ സംഗീതത്തിലൂടെ അവൻ കണ്ടെത്താൻ ശ്രമിച്ചത് അവന്റെ സ്വന്തം അമ്മയെ തന്നെയാണ്. രമേശിന്റെ കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട്, സത്യസന്ധമായ ഒരു സംഗീത പാരമ്പര്യം. മുത്തച്ഛൻ പഴയകാലത്ത് മഹാരാജാവിൽ നിന്നും അംഗീകാരം നേടിയ പ്രസിദ്ധനായ ഒരു പരമേശ്വരൻ ഭാഗവതരായിരുന്നു. അമ്മ സംഗീത ടീച്ചറായ ഒരു യശോദാമ്മയും. പക്ഷെ അച്ഛൻ ഭീകരനായ ഒരു മദ്യപാനിയും ചൂതുകളിക്കാരനുമായിരുന്നു. യശോദാമ്മയ്ക്ക് 2 മക്കളായിരുന്നു, രമേശും രമയും. പണത്തിനു വേണ്ടി യശോദാമ്മയെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന ഭർത്താവ് ഒരിക്കൽ കുടിച്ച് ലക്കുകെട്ട് ഭാര്യയെ മർദ്ദിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇളയ കുട്ടി രമ കൊല്ലപ്പെട്ടു. സമനില തെറ്റിയ യശോദാമ്മ സകലതും നശിപ്പിക്കാനുള്ള ഭ്രാന്തമായ ആവേശത്തിൽ ഭർത്താവിനെ കുത്തിക്കൊന്നു. മൂത്ത മകൻ രമേശിനെയും കൊന്ന് സ്വയം മരിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. കൊല്ലാനായി അവർ ശ്രമിച്ചെങ്കിലും എങ്ങനെയോ രമേശ് രക്ഷപ്പെട്ടു. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യശോദാമ്മ കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ ഇപ്പോഴും ഭ്രാന്താശുപത്രിയിൽ കഴിയുന്നു. യശോദാമ്മ കുഞ്ഞായിരുന്ന രമേശനെ താരാട്ടുപാടി ഉറക്കിയിരുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പണ്ട് പരമേശ്വരൻ ഭാഗവതർ ചിട്ടപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഈണമാണ്. ആ പാട്ടും പഴയ ഉറക്ക പാട്ടുകളും പുള്ളുവം പാട്ടുകളും എടുത്ത് പോപ്പ് മ്യൂസിക്കിന്റെ പരിവേഷവും കൊടുത്ത് സ്റ്റേജിൽ പാടി വിജയിപ്പിക്കുമ്പോൾ മെർലിൻ അറിഞ്ഞിരുന്നില്ല അത് ആരുടെയൊക്കെ ഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നതെന്ന്. രമേശിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ആ താരാട്ടിനെയാണ് മെർലിൻ ഉണർത്തിയത്. അതാണ് അവനെ ആകെ കുഴപ്പിച്ചത്. ഒരർത്ഥത്തിൽ കുറ്റം പൂർണ്ണമായി രമേശിന്റെതല്ല. രമേശിന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ കാര്യങ്ങളൊന്നും തന്നെ അവൻ അറിയില്ല. എല്ലാം അറിയിക്കണം. മെർലിനിൽ അവൻ കണ്ടെത്താൻ ശ്രമിച്ചത് അവന്റെ അമ്മയെ തന്നെ ആയിരുന്നു എന്നുള്ള സത്യം അവനെ അറിയിക്കണം. മുഴുഭ്രാന്തിയായി മാറിയ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള സത്യവും അവനെ അറിയിക്കണം. അതൊക്കെ അവനെ അറിയിക്കാൻ അവൻ എവിടെ ഉണ്ടാവുന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് കുറച്ച് സമയം വേണം. അവന്റെ അച്ഛന്റെ ക്രൂരതയുടെ അംശങ്ങൾ അവനിലുണ്ട്. അവന്റെ അമ്മയ്ക്ക് പിന്നീട് സംഭവിച്ചു പോയ ഭ്രാന്തിന്റെ അംശങ്ങളും അവനിലുണ്ട്. അതുകൊണ്ട് വിവാഹത്തിലൂടെ മെർലിൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരിൽ ഒരാളായി രമേശ് മാറിയെന്നിരിക്കും. പ്രവചിക്കാനാകാത്ത പലരെയും ഒറ്റയടിക്ക് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ വഴുതി വീഴും. അതേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവനെ രക്ഷിക്കണം, ഒപ്പം മറ്റു പലരെയും രക്ഷിക്കണം. അതുകൊണ്ട് മെർലിൻ മാറ്റിവെച്ചോളൂ. ഈ വിവാഹം എത്ര ദിവസം വേണേലും മാറ്റിവെച്ചോളൂ. ഒരു നല്ല കാര്യത്തിനല്ലേ? എനിക്ക് സമ്മതമാണ്. താലികെട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാന നിമിഷം കല്യാണം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണ്. ആ പയ്യനിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ ആ പയ്യനെ രക്ഷിക്കാനായി വിവാഹം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഡൽഹിയിൽ നിന്നുള്ള VIPs ഒക്കെ പങ്കെടുക്കുന്ന ഒരു മേജർ ഫംഗ്ഷനാണിത്. അവരൊക്കെ ഇവിടെ വന്നിട്ട് കല്യാണം മാറ്റിവെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയാ? ഒരു പീക്കിരി പയ്യനെ പേടിച്ചിട്ടാണെന്നോ? മിസ്റ്റർ തോമസ് ജേക്കബ്, സാർ ഒന്നും പറയണ്ട. കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കണം. ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ആചാരപ്രകാരം പെണ്ണും പെണ്ണിന്റെ ആൾക്കാരുമാണ് ആദ്യമേ പള്ളിയിൽ എത്തേണ്ടത്. അവരവിടെ എത്തിയേ മതിയാവും. പള്ളിയും പരിസരവും തോമസ് ജേക്കബിന്റെ വീടും മെർലിന്റെ വീടും നമ്മുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം. വിവാഹം നടക്കുന്ന സമയത്തും അവരുടെ വീടുകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാൻ ഏർപ്പാടുണ്ടാക്കണം. മെസ്സേജ് വന്നാൽ കളക്ട് ചെയ്യാൻ. പിന്നെ അതിപ്രധാനമായ ഒരു കാര്യം, ഏതെങ്കിലും സാഹചര്യത്തിൽ രമേശിനെ കണ്ടുമുട്ടിയാൽ കളക്ടർ ഓർഡറുണ്ട്, വെടിവെച്ചു കൊല്ലാൻ. ഷൂട്ട് അറ്റ് സൈറ്റ്.